ഇതിന്റെ ടി എ വരുന്നത് അനുസരിച്ചാണോ ഇപ്പൊ നിങ്ങളുടെ പ്രാക്ടീസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്യുക? ഇനി വരാൻ പോകുന്ന ഇവന്റ് ആകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു നാഷണൽ ലെവൽ ഇവന്റ് ആകുമ്പോൾ അതനുസരിച്ചുള്ള പ്രാക്ടീസും കാര്യങ്ങളും ട്രെയിനിങ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തണമല്ലോ. അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ ഇൻ ദ ഫസ്റ്റ് പ്ലേസ്, അതോ ഇതിന്റെ ബാക്കിയുള്ള പ്രൊസീഡിങ്സ് അറിഞ്ഞിട്ടേ തീരുമാനിക്കുന്നുള്ളൂ എന്നുള്ള പല അത്ലീറ്റ്സും അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ സാർ, ഞാൻ പറയാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് നാഷണൽ ഇവന്റ് എപ്പോഴാണെന്ന് വെച്ചാൽ അത് നാഷണൽ ഏരിയ, അതായത് നാഷണൽ ടീം അനൗൺസ് ചെയ്യും. അതായത് സൈക്ലിംഗ് ഇവന്റ് 2026 ഇവന്റ് ഇപ്പൊ നടക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്യും. ആ ഡേറ്റ് വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ അസോസിയേഷൻ ഒക്കെ ഉണരുക. അതായത് ഉണർന്ന് പ്രവർത്തിക്കുക. ആ ഡേറ്റ് വരുമ്പോൾ നാഷണൽസിന്റെ ഡേറ്റ് വന്നു, ഓക്കെ എല്ലാവരും പെട്ടെന്ന് പ്രാക്ടീസ് തുടങ്ങിക്കോളും എന്നുള്ള രീതിയിലാണ് പല ഇവന്റ്സിലും നടന്നുകൊണ്ടിരിക്കണമെന്നാണ് ഞാൻ അറിഞ്ഞത്, സൈക്ലിങ്ങിൽ പ്രത്യേകിച്ച്. അപ്പം ഈ ഒരു കാര്യം അതായത് അതിന്റെ മുൻകൂട്ടി ഒരു കരുതല്, ഒരു തയ്യാറെടുപ്പ് കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ടി എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് യാത്രാ ചെലവ് മാത്രമേ ഉള്ളൂ. പ്രാക്ടീസിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മനസ്സിലായോ സർ? അപ്പം അതാണ് കാര്യം. പിന്നെ വേറെ മറ്റൊരു കാര്യം എന്താ വെച്ചാൽ, ഞാൻ മെഡൽ അച്ചീവ് ചെയ്ത വർഷം, അതായത് 2023 ജാനുവരിയിൽ 19th നാഷണൽ മൗണ്ടൻ ചാമ്പ്യൻഷിപ്പിൽ ബ്രൗൺ മെഡൽ ഞാൻ അച്ചീവ് ചെയ്ത ഒപ്പം ഞാനും ഇതിന്റെ കൂടെ മത്സരിച്ച 2-3 വ്യക്തികളുടെ ഉണ്ട്. ആൽബിൻ വയനാട്, പിന്നെ 2 ഗേൾസ് കോട്ടയം. അപ്പോ ഇവര് ഇതിന്റെ കൂടെ ഇവരും ഇതിന്റെ ഒരു ഭാഗമാണ്. ഇതിന്റെ കൂടെ മത്സരിച്ച ആൾക്കാരാണല്ലോ, കേരളത്തിന് മെഡൽ വരാൻ കാരണം ഇവരാണല്ലോ. ഓക്കെ, അപ്പൊ ഇതിന് നമ്മൾ അന്നത്തെ ആ വർഷത്തിന് ശേഷം ഒരു രീതിയിലും നമുക്ക് നാഷണൽസ് പോകുമ്പോൾ പാരന്റ്സ് കൂടെ വരേണ്ട അവസ്ഥയാണ്. അതായത് പാരന്റ്സ് ഇന്റെ ഉമ്മ അല്ലെങ്കിൽ ഇന്റെ കൂടെ വരിക എന്ന് പറഞ്ഞാൽ, ഇന്നെ നോക്കാൻ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളെ കാര്യമൊന്നും പറയണ്ടല്ലോ. ഒരു കോച്ച്, സാധാരണ നമുക്ക് ഫസ്റ്റ് ഉണ്ടായിരുന്ന വർഷം എന്ന് പറഞ്ഞാൽ ഒരു കോച്ച് ഉണ്ടാവും, പേപ്പർ വർക്ക് ചെയ്യാൻ ഒരാളുണ്ടാവും, പിന്നെ ലേഡി സ്റ്റാഫ് ഉണ്ടാവും, നമ്മളെ സ്റ്റുഡൻസിനൊക്കെ അല്ലെങ്കിൽ അത്ലറ്റ്സിനൊക്കെ മാനേജ് ചെയ്യാൻ ഒരാളുണ്ടാവും. അങ്ങനെ 4 പേരെങ്കിലും വന്നിരുന്നത് ചുരുങ്ങി 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 ഒരാളിലായി മാറി. ഒരാളെ നാഷണൽസ് വരുള്ളൂ. സ്റ്റുഡൻസിനെ നോക്കാൻ, അത്ലറ്റ്സിനെ നോക്കാനും ഒരാള്, ഈ പേപ്പർ വർക്ക് ചെയ്യാനും ഒരാള്, എല്ലാരെയും വിളിച്ച് അനൗൺസ് ചെയ്യാൻ ഒരാള്, എല്ലാ കാര്യത്തിനും ഒരൊറ്റ ആള് ഏറ്റവും അവസാനത്തിലേക്ക് വന്നപ്പോ ഈ കഴിഞ്ഞ വർഷങ്ങളൊക്കെ. സ്വാഭാവികമായ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതായത് 2022 മുമ്പ് വരെ കിട്ടിക്കൊണ്ടിരുന്ന അല്ലെങ്കിൽ ടി എ കിട്ടിക്കൊണ്ടിരുന്നിടത്ത് പിന്നീട് അത് കിട്ടാതാവുമ്പോഴേക്കും സ്വാഭാവികമായിട്ടും നിങ്ങളൊരു പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അന്ന് മുതൽ തന്നെ സംസാരിക്കാനുണ്ടായിരുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ. അന്ന് അങ്ങനെ എന്തുകൊണ്ടത് യൂട്ടിലൈസ് ചെയ്തില്ല? സർ, ഞാനൊരു ബ്ലോഗറാണ്, അതുകൂടി പറയാം. ഈ കാര്യം ഞാൻ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കിയതും പുറത്ത് സംസാരിക്കാൻ തുടങ്ങിയതും ഈ കഴിഞ്ഞ ഒരു വർഷത്തിന്റെ ഉള്ളിലാണ്. എനിക്കൊരു സ്വന്തമായിട്ട് വ്ളോഗിംഗ് ചാനലുണ്ട്. ഞാൻ ഇന്റേതായിട്ടുള്ള രീതിയിൽ കോണ്ടന്റ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാറുണ്ട്. സ്പോർട്സ് കോണ്ടന്റുകളാണ് ഞാൻ കൂടുതലും ക്രിയേറ്റ് ചെയ്യാറ്. അതുപോലെ തന്നെ വർക്ക്ഔട്ട് സെക്ഷനാണ്, ആ വർക്ക്ഔട്ട് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കൂടുതലും വീഡിയോസ് ചെയ്യാറ്. എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഞാൻ കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവേണ്ടി വന്നു. ആക്റ്റീവ് ആവേണ്ടി ഒന്നുമില്ല, ഇഷ്ടപ്പെട്ട ആക്റ്റീവ് ആയി. ഈ ഒരു അവസരത്തിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യം കേരളത്തിലെ അത്ലറ്റ്സിന് എന്നെക്കൊണ്ട് ഒരു ഉപകാരം ഉണ്ടായിക്കോട്ടെ എന്നുള്ള രീതിയിലും കൂടിയാണ് ഞാൻ ഈ കാര്യം ചെയ്തത്. അന്ന് എനിക്ക് സംസാരിക്കാമായിരുന്നു, പക്ഷെ അന്ന് എന്റെ പ്രായം എന്ന് പറഞ്ഞാൽ 17 വയസ്സാണ്. അപ്പൊ ഈ സമയത്ത് എന്ന് പറഞ്ഞാല് എനിക്ക് സ്വന്തമായിട്ടൊരു ഫോൺ പോലും ഇല്ല. ഞാൻ എങ്ങനെ പ്രതികരിക്കില്ല. ഞാൻ അന്ന് പറയാത്തതിന് ഉനൈഫിനെ ഒരു തരത്തിലും കുറ്റം പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ ചോദിച്ചതാണ്, ഐ ജസ്റ്റ് വാണ്ട് ടു നോ എന്തായിരുന്നു അങ്ങനെ ഒരു സിറ്റുവേഷൻ. ഇപ്പം ഒരിക്കലും കുറ്റമായിട്ട് എടുക്കില്ലേ പ്ലീസ്, ഒരിക്കലും അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ആദ്യം ഉദ്ദേശിച്ചത് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നല്ലോ, നിങ്ങൾക്ക് അത് അപ്പീൽ ചെയ്യായിരുന്നോ അല്ലെങ്കിൽ ചോദ്യം ചെയ്യാനായിരുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നുവോ എന്ന് തിരക്ക് മാത്രമാണ് ഇത്. ഒരിക്കലും ഞാൻ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളത് നേരാണ്. പക്ഷെ അപ്പോഴും ഈ കഴിഞ്ഞ വർഷം വരെ ഈ വീഡിയോ കഴിഞ്ഞ വർഷം ഞാൻ പോസ്റ്റ് ചെയ്യാൻ വിചാരിച്ചതാ. പക്ഷെ അപ്പോഴും നമുക്ക് ഇങ്ങോട്ട് നല്ലൊരു റെസ്പോൺസ് ഉണ്ടാവുന്നില്ല. പ്രതീക്ഷ പൊതുവെ കുറവായതുകൊണ്ടാണ് ഞാനിത് ഈ ഭരണം മാറിയ സമയത്ത് ഈ സമയത്തിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുന്നതാണ്. ഈ സമയത്ത് തന്നെ ഞാൻ ഈ പോസ്റ്റ് ഇടാൻ കാരണം. ഓക്കെ, ഈ നെയ്ഫ് മെൻഷൻ ചെയ്തേക്കുന്ന റീലിൽ പറയുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് കോമൺവെൽത്ത് ഗെയിംസിൽ തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പാരിതോഷികവുമായി ബന്ധപ്പെട്ടാണ്. കോമൺവെൽത്ത് ഗെയിംസും നാഷണൽ ഗെയിംസും ഞാൻ പറയുന്നത് ഇത് തമ്മിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇതിന് ഓരോ മത്സര ഇവന്റ് മാറുന്നതനുസരിച്ചുള്ള ഡിഫറൻസുകൾ ഉണ്ടാവാറുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാവാറുണ്ട്, തീർച്ചയായിട്ടും. അതാ ഞാൻ പറഞ്ഞത്. അപ്പൊ അത് വെച്ച് നമുക്കിത് കമ്പയർ ചെയ്യാൻ പറ്റുമോ? അത് വെച്ച് കമ്പയർ ചെയ്യാം, തീർച്ചയായിട്ടും. കാരണം നമുക്ക് ഇന്റർനാഷണൽ ലെവല് അല്ല ഞാൻ അച്ചീവ് ചെയ്തത്, ഞാൻ നാഷണൽ ലെവലാണ് ഞാൻ അച്ചീവ് ചെയ്തത്. ഈ നാഷണൽ ലെവല് പോയ ഇതിന്റെ മുൻ വർഷങ്ങളിൽ ഞാൻ മെഡൽ അച്ചീവ് ചെയ്യുന്നതിന്റെ മുന്നേ പോയ ആൾക്കാർക്ക് വരെ കേരളത്തിൽ നിന്ന് പാരിതോഷികം എന്നുള്ള രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അത്ലറ്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ പേരുണ്ട്, പാരിതോഷികം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആ പാരിതോഷികം കിട്ടി. പക്ഷെ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തതിന് ശേഷം, അതായത് ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ 5 വർഷങ്ങളായിട്ട് ഒരു രീതിയിലും നമുക്ക്
പാരിതോഷികം എന്നുള്ളത് ഞാൻ പറഞ്ഞു, അത് രണ്ടാം സ്ഥാനമേ ഉള്ളൂ. അതിനേക്കാൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് ചെലവുകളാണല്ലോ. അതെ. മനസ്സിലായോ? അല്ല, ഞാൻ ചോദിക്കുന്നത് അപ്പൊ അന്നത്തെ ആ സമയത്ത് ഇവന്റിന്റെ ചെലവ് എത്രയായിരുന്നു എന്നൊരു ധാരണയുണ്ടോ? ഓഫ് കോഴ്സ് നമ്മുടെ കയ്യിൽ നിന്ന് ഇറക്കിയ പൈസ ആണല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു വേഗ് ഫിഗർ, ഒരു കൃത്യമായ കണക്കല്ല ഞാൻ ചോദിക്കുന്നത്. സാധാരണയായി എത്രയാണ് ഇതിന് വരിക ഒരു എമൗണ്ട്? വലിയ എമൗണ്ട് ആയിട്ടൊന്നും വരുന്നില്ല. അന്ന് നാഷണൽസ് നടന്നത് പഞ്ചാബിൽ വെച്ചിട്ടാ, പഞ്ചാബ് ഹരിയാനയിൽ അല്ല ഉനൈഫ, ഞാൻ ചോദിക്കുന്നത് അന്ന് നമ്മൾ മുടക്കിയ എമൗണ്ടിന് വേണ്ടി ഇന്നും നമ്മൾ അതിന് ചോദിക്കുന്നുണ്ടോ? എന്താണ് ഇന്നും അതിന്റെ അറ്റംപ്റ്റ്സ് നടക്കുന്നുണ്ട്? ഇന്നും അതിന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഞാൻ വേറെ അത്ലറ്റ്സിന്റെ കാര്യം ഞാൻ പേഴ്സണലി യുനൈഫിന്റെ കാര്യം, സ്വാഭാവികമായിട്ടും മറ്റ് അത്ലീറ്റ്സ് അവരുടെ ഇന്ന് മുടക്കിയ പൈസ ആകുമ്പോൾ ചിലർ ചോദിക്കും, ചിലർ ചോദിക്കാതിരിക്കും, ചിലർ സിസ്റ്റത്തിൽ എതിർപ്പ് അറിയിക്കുന്നുണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നത് യുനൈഫ് ഇപ്പോഴും ആ ഒരു 3 വർഷമായിട്ട് ആ ഒരു പോരാട്ടം നടത്തുന്നുണ്ട്? 3 വർഷമായിട്ട് നടത്തുന്നല്ല, ഞാൻ ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും രീതിയിൽ അത് അനുവദിച്ചു തരുമോ എന്ന് അറിയാൻ വേണ്ടി അതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ റെസ്പോൺസ്? സെയിം റെസ്പോൺസ് ആണ്, ഖജനാവ് കാലി എന്നുള്ള റെസ്പോൺസ് തന്നെയാണ്? തീർച്ചയായിട്ടും. ഓക്കെ. സോ എന്താ ഈ മിനിസ്ട്രിയിൽ ലുക്കപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ OJ ജനീഷാണ് പുതിയ കായിക മന്ത്രി. സ്വാഭാവികമായിട്ടും ഈ ഇഷ്യൂ മന്ത്രിയിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത് ഈ പുതിയ മിനിസ്ട്രി സ്വാഭാവികമായിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ്, ഞാൻ മന്ത്രി ഉണ്ടായിരുന്നെങ്കിൽ സ്വാഭാവികമായിട്ടും ഉനൈഫിലേക്ക് കണക്ട് ചെയ്ത് തന്നെ. ഞാൻ ചോദിക്കുന്നത് ഡയറക്ട്ലി എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങളൊന്ന് കൃത്യമായി പറഞ്ഞാൽ നന്നായിരുന്നു. സർ, ഞാൻ പറയാം. നമുക്ക് സൈക്ലിംഗ് എന്ന് പറയുന്ന സ്പോർട്സ് ഇവന്റ്, ഞാൻ ഈ സൈക്ലിസ്റ്റ് ആണ്, ഞാൻ സൈക്ലിങ്ങിന്റെ കാര്യം പറയാം. സൈക്ലിംഗ് എന്ന് പറയുന്ന ഇവന്റ് കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. റണ്ണിങ്, സ്വിമ്മിങ്, ഫുട്ബോൾ പോലെയുള്ള ഇവന്റ്സിനേക്കാളും കുറച്ചുകൂടി എക്സ്പെൻസീവ് ആണ്. ഏകദേശം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബൈക്കിന് തന്നെ ലക്ഷങ്ങൾ വില വരുന്ന സൈക്കിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നാഷണൽ ലെവലൊക്കെ യൂസ് ചെയ്യണമെങ്കിൽ ലക്ഷങ്ങൾ വില വരുന്ന സൈക്കിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഞാൻ യൂസ് ചെയ്യുന്നത് അത്ര ഒന്നുമല്ല. നമ്മൾ ഒരു മിഡിൽ, നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ളൊരു ബൈക്ക്, അത് മാത്രമേ ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ. അല്ലാതെ എന്റെ കയ്യിൽ അതിന് മാത്രം ലക്ഷങ്ങൾ മുടക്കാൻ എന്റെ കയ്യിലില്ല. ഓക്കെ. അപ്പം ഈ രീതിയിൽ നമ്മൾ അത്യാവശ്യം കുറച്ച് എക്സ്പെൻസീവ് ആണ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഇവന്റ്. ഓക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ, ഇത് ഒരു ചെലവ്. അല്ല, ഓരോ ഇവന്റിനും അതിന്റേതായ രീതിയിൽ എക്സ്പെൻസ് ഉണ്ടല്ലോ. ഇവന്റിന് അതിന്റെ രീതിയിലുള്ള എക്സ്പെൻസ്. തീർച്ചയായിട്ടും. ബാക്കി ഡയറ്റ് കാര്യങ്ങൾ, പ്രാക്ടീസ് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ, നല്ല രീതിയിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓരോ അത്ലറ്റ്സിനും. നമുക്കിപ്പോ വേണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ ചോദിക്കുന്നത്, അതായത് നാഷണൽസ് പോണ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ നിന്ന് സെലക്ട് ആയിങ്ങാണ്ട് അവിടുന്ന് അങ്ങോട്ട് മുന്നോട്ട് പോണ അത്ലറ്റ്സിന് ഒരു കിറ്റായിട്ട് നൽകണം. അതായത് ചുരുങ്ങിയത് നമ്മളെ ജേഴ്സി, കേരള നിധി ജേഴ്സി ആൻഡ് അപ്പർ, ഷോർട്സ്, ഡ്രസ്, സ്യൂട്ട്സ് കാര്യങ്ങളൊക്കെ ഒരു കിറ്റായിട്ട് നൽകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ആവശ്യം പറയാണ് കേട്ടോ. ഓക്കെ. അപ്പം ഈ കഴിഞ്ഞ വർഷങ്ങൾ, അതിന്റെ മേലത്തെ വർഷങ്ങളൊക്കെ കുറെ, ഈ കഴിഞ്ഞ 3-4 വർഷത്തിന്റെ മുൻപൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇങ്ങനെ കുറെ ആവശ്യങ്ങളുണ്ട്. നമ്മളിപ്പോ എത്രത്തോളം അത് ചെയ്യാൻ കഴിയുന്നില്ലതിനെ കുറിച്ച് നമുക്ക് നോക്കാം എന്നല്ലേ പറയാൻ കഴിയുള്ളൂ. ഓക്കെ. ഈ റീൽ ഇട്ടതിന് പിന്നാലെ വീണ്ടും അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്നുള്ള രീതിയിൽ ഒരു തരത്തിലും അപ്ഡേറ്റ് ഉണ്ടാവുന്നില്ല, ഒരു തരത്തിലും ഒരു പുഷ് ഉണ്ടാവുന്നില്ല എന്ന് പറഞ്ഞ് മറ്റൊരു റീലും കൂടി പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ചോദിക്കുന്നത് ഇത് എത്തിപ്പെടുക എന്നുള്ളത് ഇത് ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യുന്നതാണോ? ഞാൻ പറയുന്നത് ഇത്രയും നാളുമായി ഇനിയും എങ്ങും എത്തുന്നില്ല എന്ന് അറിയുമ്പോൾ നമ്മുടെ കഴിവിലൊരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടുന്നുണ്ട് നൈഫെ? തീർച്ചയായിട്ടും സർ. നമ്മള് വേറെ ഏതെങ്കിലും, കേരളത്തിലല്ല, ഇപ്പൊ മറ്റൊരു സ്റ്റേറ്റിലൊക്കെ ആണെങ്കിൽ അവിടെ ചെയ്തു കൊടുക്കണ കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞാല് നമ്മള് തന്നെ ഉള്ളിൽ ഭയങ്കര സങ്കടമാണ് ശരിക്കും പറഞ്ഞാല്. കാരണം തമിഴ്നാട്, കർണാടക പോലെയുള്ള ഈ സ്റ്റേറ്റുകളിലൊക്കെ അവിടുത്തെ അത്ലറ്റ്സിനെ പോലെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളത് നമ്മൾ ശരിക്കും കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. ശരിക്കും നമ്മൾ തന്നെ എന്തിനെന്ന് തോന്നിപ്പോവും ചില സമയത്ത് സർ. എന്തിനും തോന്നിപ്പോവും. അതായത് കേരളത്തിനെ അതായത് ഏതൊരു കാര്യത്തിലും, എഡ്യൂക്കേഷൻ കാര്യത്തിലും, ഏതൊരു ലെവലിലും, ബിസിനസ് മേഖലയിലും എല്ലാത്തിലും മുൻനിരയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് നമ്മളെ കേരളം. അത്ര പോലും ഇല്ല തമിഴ്നാടും വേറെ കർണാടകയൊന്നും. എന്നിട്ട് പോലും നമ്മൾ എന്തുകൊണ്ട് ഇതിൽ ബാക്കിലോട്ട് ഇത്രയും പുറകോട്ട് വരുന്നു? ഈ കായികം മേഖലയിൽ, അതായത് ഈ സ്പോർട്സ് മേഖലയിൽ എന്തുകൊണ്ട് ഇത്ര പുറകോട്ട് വരുന്നു എന്നുള്ളൊരു കാര്യമാണ് ഇടയ്ക്ക് ചിന്തിക്കാറുള്ളത്. ഓക്കെ. പിന്നെ ഇപ്പം ഫൈനൽ നോട്ട്, ഞാൻ ലാസ്റ്റ് ഒരൊറ്റ ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇപ്പം ഇത് പുറത്ത് പറയുന്നു, ഇത് പലരിലേക്കും എത്തുന്നു, സർക്കാരിലേക്ക് ഇത് ആവശ്യപ്പെടുന്നു, ഉനൈഫ് ഇപ്പോഴും ഉനൈഫിൻ്റെ ആവശ്യം അംഗീകരിച്ചുകൊണ്ട് വരുന്നു. ഞാൻ പറയുന്നത് മറ്റ് ഇതുപോലെ സ്പോർട്സിൽ അല്ലെങ്കിൽ മറ്റ് കായിക ഇനങ്ങളിലൊക്കെ ഇതുപോലെ ഫൈറ്റ് ചെയ്ത് നിൽക്കണം, അല്ലെങ്കിൽ അവരുടേതായ പാഷൻ കൊണ്ടല്ലാതെ ഇതെങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകണം, ഇത് വാങ്ങിച്ചെടുക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചൊരു ധാരണയില്ലാതെ നിൽക്കുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, അവർക്ക് ഒരു തരത്തിലൊരു പ്രചോദനം കൂടിയാണ് നൈഫ്, അവർക്ക് വേണ്ടിയും കൂടിയാണ് സംസാരിക്കുന്നത്. ഈ സംസാരിക്കുക എന്നതിനേക്കാൾ ഉപരി ഇപ്പം ബ്ലോഗറും കൂടിയാണെന്ന് പറഞ്ഞു. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ലൈക്ക് ഇത് നമ്മളിപ്പോൾ
ഇത് കൊടുക്കുന്നു, നമ്മളിത് സ്വാഭാവികമായിട്ടും അധികാരികളുടെ മുന്നിലേക്ക് ഇത് എത്തിക്കുന്നു, നമ്മൾ മന്ത്രികളിലേക്ക് ഇത് എത്തിക്കുന്നു. പക്ഷെ അതല്ലാതെ ഇത് തുടർന്നും സോഷ്യൽ മീഡിയയിൽ ഇത് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഇതൊരു പ്രൊട്ടസ്റ്റ് ആക്കി മാറ്റുക എന്നുള്ളത് തന്നെയാണോ ലക്ഷ്യം വെക്കുന്നത്? സർ, ഞാനൊരു കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ട് എനിക്ക് പറയാൻ കഴിയുന്ന പോലെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് എല്ലാവർക്കും പറയാൻ കഴിഞ്ഞോളന്നില്ല. എല്ലാവരും ബ്ലോഗേഴ്സ് അല്ലല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് എനിക്ക് ഈ കോണ്ടന്റ് ക്രിയേഷനും കാര്യങ്ങളൊക്കെ എന്റെ സൈഡായിട്ട് എന്റെ പാഷനായിട്ട് എന്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കത് പറയാൻ കഴിയുന്നു. വേറെല്ലാം നിങ്ങൾ സാർ സാധാരണക്കാരെന്ന് ആലോചിച്ച് നോക്ക്. അതായത് സാലറി വാങ്ങിയാണ്ട് ജീവിച്ചു പോണ ഒരു സാധാരണക്കാരന്റെ വീട്ടിലെ ഒരു കുഞ്ഞ് അത്ലറ്റ് ആണെങ്കിൽ സാറിന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം ഈ കാര്യങ്ങൾ നമ്മൾ ആരോടൊക്കെ പരാതി പറയും. അതായത് നമുക്ക് ഡയറക്റ്റ് ഒരിക്കലും CM-നെയോ അല്ലെങ്കിൽ ഒന്നും ഈ പറഞ്ഞ പോലെ സംസാരിക്കാനൊന്നും കഴിയില്ല. നമുക്ക് എന്തെങ്കിലും വലിയൊരു അച്ചീവ്മെന്റ് ഉണ്ടെങ്കിൽ അപ്പം കുറച്ച് ആൾക്കാരെ അറിയും എന്നുള്ളത് മാറ്റി വെച്ച് കഴിഞ്ഞാല് നമുക്ക് എന്താ പറയാ, ഇതൊക്കെ ആരോടും ഈ പരാതി പറയും? ഈ ചെറിയ കുട്ടികളൊക്കെ പേരൻസ് ആണെങ്കിലും പേരൻസിന് പോലും ഈ കുട്ടികൾക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു പ്രശ്നങ്ങൾ കാരണം. അതായത് ഇതിന് പോയിട്ട് കാര്യമില്ല, സ്പോർട്സിലും ചെയ്തിട്ട് കാര്യമില്ല, നമുക്കൊന്നും കിട്ടാനില്ല എന്നുള്ള രീതിയിൽ ആയി പോണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതൊരിക്കലും അങ്ങനെ വരാൻ പാടില്ല. കേരളം ഈ പറഞ്ഞ പോലെ തന്നെ മുന്നോട്ട് തന്നെ പോകണം. അത്ലറ്റ്സ് ആയാലും ബാക്കി കാര്യങ്ങളായാലും സ്പോർട്സ് ആയാലും ആർട്സ് ആയാലും എല്ലാത്തിലും മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് പറയാനുള്ളത്. ഹുനൈഫ്, ഈ റീല് പോസ്റ്റ് ചെയ്തതിനു ശേഷം മറ്റ് കായിക ഇനത്തിലുള്ള ആളുകൾ അവരുടേതായ രീതിയിലുള്ള റിയാക്ഷൻസ് ഇപ്പോൾ പറഞ്ഞിരുന്നല്ലോ, നേരിട്ട് സൂചിപ്പിച്ച പോലെ തന്നെ കമൻസിലായിട്ട് പറഞ്ഞതല്ലാതെ ഇത് അല്ലാതെ ഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഇത് നമുക്കല്ലാതെ ഒരു രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ള സംസാരങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ ബാക്കിയുള്ള രീതിയിൽ? ഞാൻ ഇട്ട പോലെ അങ്ങനെ ഇതിന് കുറെ പേര് പ്രതികരിച്ചിട്ടുണ്ട്. കുറെ ഈ പറഞ്ഞ അത് കാണാം, സെലിബ്രിറ്റീസ് ഉൾപ്പെടെ പലരും പ്രതികരിച്ചിട്ടുള്ളത് വ്യക്തമാണ്. ഇഷ്ടംപോലെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ വീഡിയോ ചെയ്തതിന് ശേഷം. അപ്പം ആൾക്കാരുടെ സൈഡിൽ നിന്ന്, കേരളത്തിലെ ജനങ്ങളുടെ സൈഡിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണെന്ന് പറഞ്ഞാൽ ഇതിനേക്കാളും വലിയ സപ്പോർട്ട് നമുക്ക് കിട്ടാനില്ല. കാരണം 50 ലക്ഷം, ഏകദേശം 50 ലക്ഷത്തോളം ആൾക്കാരാണ് ഞാൻ ഇട്ട വീഡിയോ കണ്ടത്. അതെന്ന് പറയുമ്പോൾ അത്രയും റിലേറ്റബിൾ ആണെന്നുള്ള കാര്യമാണ്. ഓരോ അത്ലറ്റ്സിനും, അതോ ഇപ്പൊ അത്ലറ്റ്സ് അല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കോട്ടെ, എല്ലാവർക്കും പണ്ട് സ്പോർട്സിൽ ഉണ്ടായിരുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ റിലേറ്റബിൾ ആണ് ഈ കാര്യം. അത്രയും റിലേറ്റബിൾ ആണ്. അപ്പോ അതുകൊണ്ടാണ് ആ വീഡിയോ ഇത്ര ആൾക്കാർ കാണാനും ഇങ്ങനെ നമുക്ക് സപ്പോർട്ട് കിട്ടാനുള്ള കാരണം. ശരി, വ്യക്തമാണ്. ഞാൻ ഈ വിഷയം ടേക്കപ്പ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം തന്നെ ഇത് ഹുനൈഫിന് മാത്രമുള്ള ഒരു ഇഷ്യൂ അല്ല. വളർന്നു വരുന്ന കേരളത്തിൻ്റെ അഭിമാനമായി മാറുന്ന നാഷണൽ ലെവലിൽ റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് മെഡൽ നേടിയെടുക്കുന്ന, കേരളത്തിൻ്റെ സ്വെറ്ററും ജാക്കറ്റും ഇട്ടുകൊണ്ട് കേരള എന്ന് റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് അവിടെ പോയി മെഡൽ വാങ്ങിച്ച് അഭിമാനമായി മാറുന്ന പല കായിക താരങ്ങൾക്കും പിന്നീട് അവർക്ക് പോകാനുള്ള അവസരം ഉണ്ടാവാത്തതിന് പ്രധാനപ്പെട്ട കാരണം അവരാദ്യം പോകുമ്പോൾ അവർ തന്നെ എല്ലാ ചിലവുകളും വഹിക്കുകയും പിന്നീട് നിന്റെ കഴിവിന് മേൽ ചോദ്യചിഹ്നങ്ങൾ വരെ വരുന്ന രീതിയിലുള്ള സാഹചര്യം മാറുന്നു. ഇതുകൊണ്ട് എന്ത് നേട്ടം, ആർക്ക് ഗുണം? ഇത് ഇത്രയും ചെയ്തിട്ട് മുന്നോട്ട് പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ മുടക്കിയാൽ എങ്ങനെയായിരിക്കും അവസ്ഥ? അവർക്കിപ്പോഴും ആ കായിക ഇനവുമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പണം വളരെ അത്യാവശ്യമായ ഒരു കാര്യമാണ്. വീണ്ടും ആവർത്തിക്കുന്നു, ഇവർ ചോദിക്കുന്നത് പാരിതോഷികമല്ല, ഇവർ ചോദിക്കുന്നത് ട്രാവൽ അലവൻസ് ആണ്, പോക്ക് വരവ് കണക്ക് മാത്രമാണ് അവർ ചോദിക്കുന്നത്. പുതിയ കായിക മന്ത്രി ഒ ജെ ജനീഷ്, മുഖ്യമന്ത്രി വി ഡി സതീശനിലേക്കും പല അത്ലീറ്റ്സും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ രീതിയിലുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആക്കി തന്നെ ഇത് മാറ്റുന്നുണ്ട്. അവരുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കാഴ്ചകൾ നടത്തുന്നുണ്ട്. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ആളുകളും രംഗത്തെത്തുന്നുണ്ട്. പല കോച്ചസ്, ട്രെയിനീസ്, അതിനുൾപ്പെടെയുള്ള അത്ലീറ്റ്സ് ഉൾപ്പെടെയുള്ളവരാണ് ഇപ്പോൾ ഇതിലെത്തുന്നത്. അതിൽ ഹുനൈഫ് ഒരു റീല് പോസ്റ്റ് ചെയ്ത് ആളുകളുടെ എത്തിച്ചു എന്ന് മാത്രം. ഇത് പല അത്ലീറ്റ്സിൻ്റെയും കഥയാണ്. കേരളത്തെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് പോകുന്നവർക്ക് അതിനനുസരിച്ചുള്ള കൃത്യമായ റെസ്പെക്റ്റ്, ഒരു മര്യാദ അവരുടെ സ്പോർട്സിന് കിട്ടുന്നില്ല എന്നുള്ളൊരു അഭിപ്രായം ഉൾപ്പെടെ ഇവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. സർക്കാരിൻ്റെ കണ്ണു തുറക്കുമെന്ന പ്രതീക്ഷയോടെ നമ്മൾ നിർത്തുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.